ഡിസംബർ 3-ന് 46ാമത് ഗൾഫ് സമ്മിറ്റിന് വേദിയാകാൻ ഒരുങ്ങുകയാണ് ബഹ്റൈൻ. അതിന്റെ ഭാഗമായി ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിൽ GCC പവലിയൻ ഒരുക്കിയിട്ടുണ്ട്. സമ്മിറ്റിന്റെ ഭാഗമായി ഏകദേശം 120ഓളം വിഷയങ്ങളിൽ ഇവിടെ പ്രദർശനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നിരവധി സന്ദർശകരാണ് ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. GCC അംഗരാജ്യങ്ങളുടെ പതാകകളും സ്ഥാപക നേതാക്കളുടെ പ്രസ്താവനകളും കൊണ്ട് അലങ്കരിച്ച പ്രവേശന കവാടത്തിൽ നിന്നാണ് പവലിയൻ ആരംഭിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ ഐക്യത്തിന്റെ പ്രതിഫലനം കൂടിയാണ് തുടർന്നങ്ങോട്ടുള്ള ഓരോ കാഴ്ചകളും. ഗൾഫ് സഹകരണ കൗൺസിൽ രൂപീകരണത്തിന് മുമ്പുള്ള ആദ്യകാല സംഭവങ്ങളും ചിത്രങ്ങളും മറ്റ് രേഖകളും പവലിയന്റെ ആദ്യ വേദികളിൽ കാണാം. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ അംഗരാജ്യങ്ങൾ തമ്മിൽ പല ഘട്ടങ്ങളിൽ നടന്ന കൂടിക്കാഴ്ചകളുടെ വിവിധ ചരിത്രരേഖകളും അപൂർവ ചിത്രങ്ങളും കാണാൻ സാധിക്കും. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കുന്നതിനും കൗൺസിൽ രൂപീകരണവുമായി ബന്ധപ്പെട്ടും 1981 മെയ് 25-ന് അബുദാബിയിൽ വെച്ച് നടന്ന GCC ചാർട്ടർ ഒപ്പുവെച്ച ചരിത്ര സംഭവവും പ്രദർശനത്തിന്റെ ഭാഗമാണ്. And this is the pavilion during the Gulf Summit. It is open for 1 month. We have 120 topics and it is open from 9 a.m. to 8 p.m. ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രദർശന നഗരിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഞാൻ വന്നു മുതൽ ഇത് വ്യാഴാഴ്ച തുടങ്ങി ഈവൻറ്റിൽ ഒത്തിരി സന്ദർശകർ വരുന്നുണ്ട്. അവർക്ക് വളരെ അട്രാക്റ്റീവായിട്ടും അവർ ഇമ്പ്രസീവായിട്ടും വളരെ അറിയാൻ പറ്റുന്ന പല കാര്യങ്ങളും അതുപോലെയുള്ള പുരോഗതിയും പഴയകാല ചരിത്രങ്ങളൊക്കെ ഇതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അത് നല്ലൊരു അറിവാണ്. ഒരു സന്ദർശകരൊക്കെ വളരെ തൃപ്തിയായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. നല്ലൊരു പ്രദർശന നഗരി, നല്ലൊരു തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഇത് നടന്നു പോകുന്നത്. പവലിയന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് കൈവരിച്ച പദ്ധതികളുടെയും നേട്ടങ്ങളുടെയും വിപുലമായ പ്രദർശനമാണ്. 2003-ൽ ആരംഭിച്ച കസ്റ്റംസ് യൂണിയൻ, ഏകീകൃത കസ്റ്റംസ് നടപടികൾ, സിംഗിൾ എൻട്രി പോയിന്റ് സംവിധാനം, GCC കോമൺ മാർക്കറ്റ് തുടങ്ങിയ ഗൾഫ് മേഖലയുടെ സംയുക്ത നേട്ടങ്ങളെ വിശദമാക്കുന്ന ഇൻഫോഗ്രാഫിക്സും പവലിയനിൽ കാണാം. 2030ഓടെ വരാനിരിക്കുന്ന GCC റെയിൽവേ പ്രൊജക്ട് സംബന്ധിച്ച വിശദമായ വിവരങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. 6 അംഗരാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മേഖലയിലെ ആദ്യ അന്താരാഷ്ട്ര റെയിൽവേ പ്രൊജക്ടായ GCC റെയിൽവേയുടെ യാത്രാനുഭവം വിർച്വൽ റിയാലിറ്റിയിലൂടെ ഇവിടെ എത്തുന്നവർക്ക് ആസ്വദിക്കാമെന്നതും പ്രത്യേകതയാണ്. 46ാമത് GCC ഉച്ചകോടിയെ അനുസ്മരിക്കുന്നതോടൊപ്പം ബഹ്റൈനിലെ പൗരന്മാർക്കും സന്ദർശകർക്കും ഗൾഫ് രാജ്യങ്ങളുടെ ഐക്യവും സമഗ്രമായ പദ്ധതികളും നേരിട്ടറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്ന വേദി കൂടിയാണ് ഈ പ്രത്യേക പവലിയൻ. ഷഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ.